ബിഗ് ബോസ് സീസൺ 6 എപ്പിസോഡ് 84 റിവ്യൂ ആണ്. ഏട്ടായിമാര് സ്നേഹിച്ച് അനിയത്തിക്കുട്ടീനെ ഹൗസിന് പുറത്തേക്ക് പറഞ്ഞു വിട്ടു. ഇത്ര പെട്ടെന്ന് അനിയത്തിക്കുട്ടി പോവും എന്നുള്ളത് അനിയത്തിക്കുട്ടിയും ഏട്ടായിമാരും വിചാരിച്ചിട്ട് ഉണ്ടാവില്ല. ഏട്ടായിമാർക്ക് രണ്ട് തരത്തിലാണ് ഇത് അഫക്റ്റ് ചെയ്യുന്നത്. ഒന്ന്, അനിയത്തിക്കുട്ടി പോയ ഒരു വിഷമം. രണ്ടാമത്തേത്, ഇവർ രണ്ടാൾക്കാരും സിജു ആൻഡ് സായി ഗെയിമിൽ ടോപ്പിൽ നിൽക്കുന്ന ആൾക്കാരാണെന്ന കോൺഫിഡൻസ് അവർക്കുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു കഴിയുമ്പോഴത്തേന് നന്ദൻ അവിടെ നിൽക്കും എന്നുള്ള ഒരു ചിന്തയും അവർക്കുണ്ടായിരുന്നു. അപ്പം അങ്ങനെയുള്ള രണ്ട് കാര്യങ്ങളാണ് തകർന്ന് തരിപ്പണമായി പോയത്. അപ്പോൾ സ്വന്തം ഗെയിമിനെ കുറിച്ചിട്ട് ഇവർ വീണ്ടും ഒന്ന് അനലൈസ് ചെയ്യേണ്ട ഒരു സാഹചര്യമാണ്. അവരത് ചെയ്തു കഴിഞ്ഞാൽ മൊത്തത്തിൽ അവർക്കൊരു ഡൗട്ട് ഉണ്ടാവും ഇനി ഗെയിം മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്ന കാര്യത്തിൽ. അങ്ങനെയൊക്കെയാണ് ആ ഒരു കാര്യങ്ങൾ. നന്ദനയുടെ ഒരു ഗെയിമിനെ കുറിച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, നന്ദന് വലിയ കുഴപ്പമില്ലാതെയൊക്കെ കളിക്കാൻ ശ്രമിച്ച ഒരു വ്യക്തിയാണ്. നന്ദനയുടെ പുറത്തു പോകലിന് ഏറ്റവും കൂടുതൽ കാരണമായത് ഏട്ടായിമാരുടെ ആ ഒരു കളിയാണ്. ഇത് ബിഗ് ബോസ് മലയാളമാണ്. ഇവിടെ എന്ത് തരത്തിലുള്ള പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടാത്ത കാര്യം ഉണ്ടായാലും അതിലെ സ്ത്രീകളായിട്ടുള്ള കണ്ടസ്റ്റൻസിനെയാണ് ആദ്യം തന്നെ ആൾക്കാർ ടാർഗറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ സിജോയുടെയും സായിയുടെയും വളരെ ബോറൻ ഗെയിമായിരുന്നു ശരിക്കും നന്ദനയുടെ എവിക്ഷന് കാരണമായത്. പക്ഷെ സിജോയ്ക്കും സായിക്കും വലിയ കാര്യമായിട്ടുള്ള പ്രശ്നമില്ല. നന്ദനയ്ക്ക് കാര്യമായിട്ട് തന്നെ ഹെയ്റ്റ് ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലെ റിവ്യൂകളിലടക്കം പറഞ്ഞ ഒരു കാര്യം, നന്ദനിക്കൊരു വീട് എന്നുള്ളതല്ല നമ്മുടെ പ്രശ്നം. നന്ദനിക്കൊരു വീട് എന്ന് പറഞ്ഞ് സിജോ ഗെയിം കളിക്കുന്നതാണ് നമ്മുടെ പ്രശ്നം. അതേപോലെ തന്നെ സായിയും അതിന്റെ കൂടെ കൂടുന്നതാണ് നമ്മുടെ പ്രശ്നം. നന്ദന ഒരു നിഷ്കളങ്കയാണ്. അതേപോലെ തന്നെ നന്ദനയുടെ ആവശ്യങ്ങളാണ്, നന്ദനയുടെ ആഗ്രഹങ്ങളാണ്, അത് പുറത്തേക്ക് വരും. ഇപ്പം എല്ലാ ആൾക്കാർക്കും അങ്ങനെയുള്ള ആഗ്രഹങ്ങളുണ്ട്. ഇവർ നന്ദനയുടെ ആഗ്രഹം വെച്ചിട്ട് ഗെയിം കളിച്ചു. എന്നിട്ട് പണി കിട്ടിയത് ആർക്കാണ്? നന്ദനയ്ക്കാണ് പണി കിട്ടിയത്. സായിയൊക്കെ പോവാനായിട്ട് റെഡി ആയിട്ട് നിൽക്കേണ്ട ഒരു കണ്ടസ്റ്റന്റ് ആണ്. സായിയൊക്കെ പിന്നെ അങ്ങനെ പിടിച്ചവിടെ നിർത്തുന്നത് എനിക്ക് തോന്നുന്നു ടോപ്പ് 5 കുറച്ച് എന്തെങ്കിലും ടോപ്പായിട്ട് എവിടെയെങ്കിലുമൊക്കെ ടോപ്പായിട്ട് നിൽക്കുന്ന ആളുകൾ നിൽക്കട്ടെ എന്ന് വിചാരിച്ചിട്ടായിരിക്കും. അത്യാവശ്യം ഫേസ് വാല്യൂ സൊസൈറ്റിയിലുള്ള ആൾ എന്ന് വിചാരിച്ചിട്ടായിരിക്കാം സായിയൊക്കെ അവിടെ പിടിച്ച് നിർത്തിയിരിക്കുന്നത്. എനിക്ക് ഈ മറ്റേ എവിക്ഷൻ പരിപാടികളിൽ ചെറിയ ഗെയിമൊക്കെ ഫീൽ ചെയ്യാറുണ്ട്. മറ്റേ ഫാൻസുകാർ മണ്ടന്മാർ പറയുന്നത് പോലെ ആർക്കെങ്കിലും കപ്പ് കൊടുക്കാൻ വേണ്ടി ഇന്നയാളെ പുറത്താക്കി എന്നുള്ളതല്ല ഞാൻ പറയാൻ വരുന്നത്. ഇവര് ഇങ്ങനെ വോട്ടിന്റെ അടിസ്ഥാനത്തിൽ ആളുകളെ പുറത്തു വിടുന്ന സമയത്ത് എപ്പോൾ അവരെ പുറത്തു വിടണം എന്നുള്ള ഒരു തീരുമാനം അവിടെ ഇടാറുണ്ട് എന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ ചില ആഴ്ച എവിക്ഷൻ ഉണ്ടാവില്ല. ചിലപ്പോൾ ഒരാൾ മാത്രം പോകുന്ന വീക്കുകളുണ്ട്. രണ്ടാൾക്കാർ പോകാൻ സാധ്യതയുണ്ട്. പക്ഷെ അതിലൊരാളുടെ ഗെയിം കയറി വന്നു കഴിഞ്ഞാൽ അവർക്ക് ഗുണകരമാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരാളെ മാത്രമേ എവിക്റ്റ് ആക്കാൻ സാധ്യതയുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ചില പരിപാടികളൊക്കെ ഇതിനകത്തുണ്ട്. അങ്ങനെ നന്ദന പോയി. നന്ദന അല്ല നോറയാണ് പോകേണ്ടതെന്നൊക്കെ ആളുകൾ പറയും. പക്ഷേ നോറയ്ക്ക് കാര്യമായിട്ട് തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ വോട്ട് കൊടുക്കുന്ന ഒരു രീതിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അൻസിബ പുറത്തു പോയാലും അൻസിബയുടെ വോട്ട് ഋഷിക്ക് തന്നെ കിട്ടണമെന്ന ആഗ്രഹത്തോടെ ഇപ്പോഴും ആ ഒരു വഴക്ക് കമന്റ് ബോക്സിൽ വന്ന് ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്. ഞാൻ വീണ്ടും പറയുന്നു, അൻസിബ എങ്ങനെയായിരുന്നു അവിടെ അത് തന്നെ നമ്മൾ വീഡിയോസിൽ പറഞ്ഞിട്ടുള്ളൂ. അത് പറഞ്ഞത് തെറ്റാണ് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ ഇല്ലാത്ത വല്ലതും പറഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് ആർക്ക് വേണമെങ്കിലും വന്ന് ചോദിക്കാം. പറഞ്ഞ ഒരു കാര്യമൊന്നും തിരിച്ചെടുക്കാൻ പറ്റത്തൊന്നുമില്ല. അമ്മാതിരി കുത്തിത്തിരിപ്പ് ഗെയിമായിരുന്നു. അപ്പോൾ ഇന്ന ആൾ അങ്ങനെയാണ്, ഇന്ന ആൾ ഇങ്ങനെയാണ്, അതൊക്കെ അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യം. ഗെയിമിലെ കുത്തിത്തിരിപ്പിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറഞ്ഞത്. അല്ലാതെ ആരുടെയെങ്കിലുമൊക്കെ ചേനാരിട്ടിട്ട് പോയിട്ടുണ്ടോ, അല്ലെങ്കിൽ ആരെങ്കിലും തേച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കേസ്, അതൊന്നും നമ്മളെ എഫക്റ്റ് ചെയ്തില്ല. അതിനെക്കുറിച്ചിട്ട് നമ്മൾ എല്ലാ ദിവസവും പറയാറില്ല. ഗെയിമിൽ കാണുന്ന കാര്യങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ പറയണത്. അപ്പം ഈ വേറെ ആരോടെങ്കിലും ഹേറ്റ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് മറ്റേ അൻസിബയുടെ അവിടെയുള്ള ഒരു ഗെയിമിനെ സപ്പോർട്ട് ചെയ്യണം, അൻസിബ ഭയങ്കര എന്താ മോഡൽ ഗേളോ ആണ്, അപ്പോൾ അതുകൊണ്ട് സപ്പോർട്ട് ചെയ്യണം, ഋഷിക്ക് വോട്ട് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല. അതൊക്കെ വോട്ട് ചെയ്യുന്ന ആൾക്കാരോട് പോയി പറയണം. ഞാൻ വോട്ട് ചെയ്യാറില്ല. ഇനി എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് വന്നു കഴിഞ്ഞാൽ, ടിക്കറ്റ് ടു ഫിനാലെ ടാസ്കുകൾ, ഈ കഴിഞ്ഞ ആഴ്ച നടന്ന ടാസ്കുകൾ വീണ്ടും ഒന്ന് കാണിക്കുന്ന ഒരു ഹൈലൈറ്റ്സ് വീഡിയോ ആദ്യം ഉണ്ടായിരുന്നു. അതിനുശേഷം ലാലേട്ടൻ വരുന്നു. ഓരോ ആളുകളോടും ടിക്കറ്റ് ടു ഫിനാലെ ടാസ്കിനെ കുറിച്ചിട്ട് ചോദിക്കുകയാണ്. എപ്പിസോഡ് തുടങ്ങിയ സമയത്ത് എന്തോ ജാസ്മിൻ കണ്ടിടത്തോട് ഓടി നടക്കുകയായിരുന്നു. എപ്പിസോഡ് തുടങ്ങി ലാലേട്ടൻ വന്നതിന് ശേഷമാണ് ജാസ്മിൻ വരുന്നത്. ഇതൊക്കെ എന്തിനാണ് നമ്മളെ കാണിക്കുന്നത്? കട്ട് ചെയ്തിട്ട് കാണിച്ചൂടെ? എന്തൊക്കെയാണെങ്കിലും ജാസ്മിൻ അങ്ങനെ വന്ന് നിൽക്കുകയാണ്. ജാസ്മിന് ബാലൻസ് ഇല്ലായിരുന്നു എന്നുള്ള തോന്നൽ കൊണ്ടാണ് ടിക്കറ്റ് ടു ഫിനാലെ ടാസ്കിൽ പെർഫോം ചെയ്യാൻ സാധിക്കാഞ്ഞത് എന്നുള്ളത് ലാലേട്ടൻ ഗെയിമിനെ കുറിച്ചിട്ട് ചോദിച്ച സമയത്ത് പറയുന്നു. ശ്രീധുവിനോട് ചോദിച്ച സമയത്ത് ശ്രീധു പറയുന്നു, ട്രൈ ചെയ്തു, ടങ് ട്വിസ്റ്റർ ഗെയിമിൽ മാത്രം ഒന്ന് സെറ്റായി, ബാക്കിയുള്ളതിലൊന്നും ബാക്കി ആൾക്കാർ സമ്മതിച്ചില്ല എന്നുള്ള ഒരു രീതിയിലാണ്. ശ്രീധു ട്രൈ ചെയ്യുന്നുണ്ട്. ശ്രീധുവിൻ്റെ ട്രൈ എന്ന് പറയുന്നത് വളരെ മൈൽഡായിട്ട് മാത്രം നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു ട്രൈ ആണ്. പക്ഷെ അതാണ് ശ്രീധു. അർജുനോട് ലാലേട്ടൻ ചോദിക്കുന്നു, ടിക്കറ്റ് ടു ഫിനാലെ ആയിരുന്നോ ടിക്കറ്റ് ടു ഹെൽ ആയിരുന്നോ എന്നുള്ളത്. അർജുൻ പറയുന്നു, ടാസ്ക് കേട്ട സമയത്ത് വളരെ സിമ്പിൾ ആയിട്ട് തോന്നി, എന്നാൽ വളരെയധികം ദേഹാധ്വാനമുള്ള ടാസ്കുകളായിരുന്നു. ഇപ്പോഴും ശരീരവേദനയൊന്നും മാറിയിട്ടില്ല. മെന്റലി ആൻഡ് ഫിസിക്കലി നല്ല രീതിയിൽ ഇൻപുട്ടുകൾ ഇടേണ്ട ഒരു ടാസ്ക് ആയിരുന്നു. ഋഷി പറയുന്നത് മെന്റലി ആൻഡ് ഫിസിക്കലി നല്ലതായിരുന്നു, മാക്സിമം ഇട്ടു എന്നുള്ളതാണ്. നോറ പറയുന്നു, അടിപൊളിയായിരുന്നു. മറ്റേ സീസോ ടാസ്കിലാണ് ഏറ്റവും കൂടുതൽ നോറ നിന്നതും പോയിന്റുകൾ അടിച്ചതും. നന്ദന പറയുന്നു, അക്കൗണ്ട് തുറന്നു, മാക്സിമം കൊടുത്തായിരുന്നു,
എന്നുള്ളത് പറയുന്നു. പക്ഷേ ബാക്കിയുള്ള ഗെയിമുകൾ അത്രയധികം പെർഫോമൻസ് നടത്താനായിട്ട് സാധിച്ചില്ല. സായി കുറച്ചും കൂടെ മറ്റേ ഡീറ്റെയിൽഡ് ആയിട്ടാണ് പറയുന്നത്. 75-25ൻ്റെ കണക്ക് പറയുന്നുണ്ട്. 75% ബുദ്ധിയും 25% ബോഡിയുമാണ് സായി ഉദ്ദേശിച്ചത്. പക്ഷേ പിന്നീട് മനസ്സിലായി 50-50 കൊടുക്കണമായിരുന്നു എന്നുള്ളത്. മൈൻഡ് ആൻഡ് ബോഡി അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്ത് ഡിവൈഡ് ചെയ്ത് അങ്ങടേക്ക് ഇട്ടതുകൊണ്ടാണ് അമ്മാതിരി ഒരു അവിഞ്ഞ ഗെയിം സായിയുടെ ഭാഗത്തു നിന്ന് വന്നത് എന്നുള്ളതാണ് സായി പറയുന്നത്. ജിൻഡോ മിടുക്കനാണ്. ജിൻഡോയ്ക്ക് ഗെയിമിനെ കുറിച്ചിട്ടൊക്കെ നല്ല രീതിയിൽ മനസ്സിലായി. മുയലായി ചാടിയോടി ജയിക്കാനായിരുന്നു ജിൻഡോ ആഗ്രഹിച്ചത്. എന്നാൽ ആമയെ പോലെ ബുദ്ധിപരമായിട്ട് കൈകാര്യം ചെയ്യുന്ന ബാക്കി ആളുകൾ ഉള്ളതുകൊണ്ട് ജിൻഡോയുടെ മുയൽ നല്ല രീതിയിൽ പരാജയപ്പെടുന്ന കാഴ്ചയായിരുന്നു കണ്ടത്. എന്നാലും ജിൻഡോ മാക്സിമം എഫേർട്ട് ഇട്ടു. അവസാനം ആ ഒരു ടീം കളിയൊക്കെ ആയിരുന്നുകൊണ്ട് ജിൻഡോയ്ക്ക് ജിൻഡോ എന്ത് ചെയ്യാനാണ്. ജാസ്മിൻ ജിൻഡോയുടെ ആ ഒരു ഗെയിമിനെ കുറിച്ചിട്ട് ഒരു ക്ലാരിറ്റി കൊടുക്കുന്നുണ്ട്. ജാസ്മിൻ ആൻഡ് ഋഷിക്ക് ആദ്യം ഒരു പോയിന്റ് കിട്ടിയായിരുന്നു. അപ്പോൾ ആ ഒരു പോയിന്റ് കിട്ടിയതിൻ്റെ ഒരു പ്രശ്നമായതുകൊണ്ടാണ് ജിൻഡോ ആദ്യം തന്നെ അവരെ ടാർഗറ്റ് ചെയ്യുന്നത് എന്നുള്ളത് ജാസ്മിൻ അവിടെ പറയുന്നു. ഇപ്പോൾ ജിൻഡോയ്ക്ക് അതിനകത്തൊന്നും വലിയ കാര്യമായിട്ടുള്ള എതിർപ്പൊന്നുമില്ല. ജിൻഡോ അങ്ങനെയാണ്, ഗെയിം സ്പിരിറ്റ് ഉണ്ട്. അടുത്തത് സിജോ ആണ്. സായിയെ പോലെ തന്നെ വളരെ ഡിഫറെൻ്റ് ആയിട്ട് ഗെയിം പ്ലാനിങ്ങും ഡയലോഗുള്ള ആളാണ് സിജോ. സിജോ പറയുന്നു ഹൾക്ക് ഗെയിമാണ് ജിൻഡോ കളിച്ചത്. അങ്ങനെ ഒരു ഹൾക്ക് ഗെയിം, ഓടി വന്ന് അറ്റാക്ക് ചെയ്യുന്ന, എടുത്തുകൊണ്ട് പോകുന്ന ഒരു ഹൾക്ക് ഗെയിം ഇവിടെ വർക്കാവത്തില്ല എന്നുള്ളത് എനിക്കറിയായിരുന്നു. അതാണ് ജിൻഡോയ്ക്ക് സംഭവിച്ചത്. അഭിഷേകിൻ്റെ ഒരു ഗെയിം കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിരുന്നു. നല്ല രസമായിട്ടുള്ളൊരു പ്ലാൻ ഉള്ളൊരു ഗെയിമായിരുന്നു. അഭിഷേകിന് മാത്രമേ ടിക്കറ്റ് ടു ഫിനാലെ ടാസ്കുകൾ വ്യക്തമായിട്ട് മനസ്സിലായുള്ളൂ. അപ്പോൾ അഭിഷേക് ഗെയിമിനെ സമീപിച്ചത് ഈ ഒരു ആമയുടെ ഒരു രീതിയിലാണ്. ആദ്യം ഗെയിം ഓപ്പൺ ആക്കി ഇട്ട് കൊടുത്തു. ബാക്കിയുള്ള ആളുകളെ അതിനകത്തേക്ക് കളിപ്പിച്ച് പതുക്കെ ഗെയിമിലേക്ക് കയറി വരുന്ന ഒരാളായിരുന്നു അഭിഷേക്. അതേപോലെ ഈ ഓടി പണ്ടാരടങ്ങണ മണ്ട ടാസ്കുകളിൽ അഭിഷേക് വലിയ കാര്യമായിട്ടുള്ള ഇൻപുട്ട് ഇട്ടുമില്ല. ഇവിടെ നമ്മൾ അഭിഷേകും സായിയും കൂടെ ഉള്ള ഒരു ഒത്തുകളി കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു. അപ്പോൾ ആ ഒരു ഒത്തുകളിയെ കുറിച്ചിട്ട് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്, എന്തിനാണ് അഭിഷേകിന് 2 റാബിറ്റ് കൊടുത്തത്? സായി ഫെയർ ആൻഡ് സ്ക്വയർ ആക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തത് എന്ന് പറയുന്നു. പിന്നെ ഋഷിയുടെ റാബിറ്റുകൾ എടുത്തോളാൻ അഭിഷേക് പറഞ്ഞിരുന്നു. എന്നാൽ സായി അത് എടുത്തില്ല. അപ്പോൾ സായിയുടെ ഒരു ഗെയിമായിട്ടാണ് സായി അതിനെക്കുറിച്ചിട്ട് പറയുന്നത്. ഇതിനുശേഷം സിജോയോട് ലാലേട്ടൻ ചോദിക്കുകയാണ്, ഇങ്ങനെ ഒത്തു കളിച്ചോ? സിജോ പറഞ്ഞു, ആ ഒരു ഗെയിമിൽ ഒത്തു കളിച്ചില്ല, എന്നാൽ ഞങ്ങൾ മറ്റൊരു ഗെയിമിൽ ഒത്തു കളിച്ചു. അതിലേക്ക് വരാൻ വേണ്ടിയുള്ള സ്ക്രിപ്റ്റ് ലാലേട്ടന് കൊടുത്തിട്ടുണ്ട്. അത് പിന്നീട് പറയേണ്ടതായതുകൊണ്ട് ലാലേട്ടൻ പറഞ്ഞു അത് നമുക്ക് പിന്നെ സംസാരിക്കാം എന്നുള്ളത്. ഇവിടെ വീണ്ടും ആ ഒരു ഗെയിമൊക്കെ കാണിക്കുന്നുണ്ട്. നോറ ഇതിനെക്കുറിച്ചിട്ട് സംസാരിക്കുകയാണ്. ചിലർക്ക് കൺസിഡറേഷൻ ഉണ്ട്, ഫേവറേറ്റിസം ഉണ്ട്. അർജുൻ പറയുന്നു, അർജുൻ വളരെ നൈസായിട്ടുള്ളൊരു മച്ചാനാണല്ലോ, സായി വിട്ടുകൊടുക്കുന്ന ഒരു ടൈപ്പാണ്. ജാസ്മിൻ, ജിൻഡോ, ഋഷി എന്നിവരെല്ലാം ഇവരുടെ ആ ഒരു ഗെയിം മനസ്സിലാക്കിയതായിട്ട് പറയുന്നുണ്ട്. ഇതിന് ശേഷമാണ് ലാലേട്ടൻ നന്ദനയുടെ ഗെയിമിനെ കുറിച്ചിട്ട് ചോദിക്കുന്നത്. നന്ദനയ്ക്ക് ഒരു പോയിന്റ് കിട്ടി, അങ്ങനെ സ്കോർ ബോർഡിൽ ഇടം നേടി. ആ ഒരു ഗെയിം ഫെയർ ആയിരുന്നോ? ആ ഒരു കളി നല്ലതായിരുന്നോ? അത് നന്ദന കളിച്ച് നേടിയതാണോ? നന്ദന പറയുന്നു, ഞാനത് കളിച്ച് നേടിയതാണ്, ഞാൻ നല്ല രീതിയിൽ കളിച്ച് നേടിയതാണ്. മറ്റേ ഒത്തുകളിയെ കുറിച്ചിട്ടൊന്നും എനിക്കറിയില്ല. നന്ദനയ്ക്ക് മാത്രം മനസ്സിലായില്ല, ബാക്കിയുള്ള ആളുകൾക്കെല്ലാം മനസ്സിലായി. സിജോ ആൻഡ് സായി അത് സമ്മതിച്ചു കൊടുക്കുന്നുണ്ട്. നന്ദന അപ്പോൾ പറയുന്നുണ്ട്, എനിക്ക് അങ്ങനെ ഒരു പോയിന്റ് വേണ്ട. അതിനുശേഷം ആ ഒരു ഗെയിം കാണിക്കുകയാണ്. ഗെയിം കാണിച്ചപ്പോഴത്തേന് പിന്നെ നന്ദനയ്ക്കൊന്നും പറയാനില്ല. നന്ദന ട്രൈ ചെയ്തു, പക്ഷെ അവിടെ ഫെയിൽ ആയിപ്പോയി. നന്ദന അവിടെ ശരിക്കും നല്ല രീതിയിൽ അങ്ങോട്ട് ഇരുന്ന് പോയി. നന്ദനയ്ക്ക് എനിക്ക് തോന്നുന്നു ഇവിടെ വന്നതിൽ പിന്നെ ഏറ്റവും നെഗറ്റീവ് കിട്ടിയത് ഈ ഒരു ഗെയിമിലാണ്. അത് ഏട്ടായിമാരുടെ ഒരു കഴിവ് തന്നെ, പറയാതിരിക്കാൻ വയ്യ. ടിക്കറ്റ് ടു ഫിനാലെ ഗെയിമിനെ കുറിച്ചിട്ടുള്ള ഒരു വാർത്ത ഉണ്ടാക്കാൻ വേണ്ടി സിജോ ആൻഡ് ജാസ്മിനെ ലാലേട്ടൻ ഏൽപ്പിച്ചിരിക്കുകയാണ്. അത് 4 ആണെന്ന് തോന്നുന്നു. ഇതിനുശേഷമാണ് ബിഗ് ബോസ് ജേർണിയുടെ ഗ്രാഫ് വരച്ച് അവിടെ പ്രസന്റ് ചെയ്യുന്നത്. ഓൾറെഡി കണ്ടസ്റ്റൻസ് വരച്ചിട്ടുണ്ട്. എല്ലാ ആൾക്കാരും വലിയ ഗ്രാഫൊക്കെ വരച്ചിട്ടുണ്ട്. ഏറ്റവും നന്നായിട്ട് ഗ്രാഫ് വരച്ചത് ശ്രീതുവാണ്. അതിനകത്തൊരു കലാകാരിയുടെ എല്ലാ കലാബോധവും കാണാനായിട്ടുണ്ട്. എഫേർട്ട് എടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള ആൾക്കാരിൽ പലരും ഒപ്പിച്ചിട്ടുണ്ട്. ജിൻഡോ ഒക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ജാസ്മിൻ ഗ്രാഫിനെ കുറിച്ചിട്ട് പറയുകയാണ്, വളരെ കോൺഫിഡൻസോടെ തുടങ്ങി. ആദ്യ ആഴ്ചയിൽ തന്നെ ഹീറോയിൻ ടാഗ് കിട്ടി. ലാലേട്ടൻ പിന്നീടുള്ള ആഴ്ചയിൽ കലിപ്പായി. അന്ന് നല്ല രീതിയിൽ ഡൗൺ ആയി. മറ്റേ ചായ കേസ് ആ കൂടെ ആയിരുന്നു എന്ന് തോന്നുന്നു. അപ്പോൾ ഡൗൺ ആയി. വീക്ക് 3 ഈസ്റ്റർ വന്നു. ഈസ്റ്റർ വന്ന സമയത്ത് ഈസ്റ്ററും എല്ലാം കൂടെ ആയപ്പോഴത്തേനെ ലാലേട്ടൻ മെൻഷൻ ചെയ്തപ്പോൾ വീണ്ടും സന്തോഷമായി. അതിനുശേഷം വൈൽഡ് കാർഡുകൾ വന്നു, ഇത്തിരി ഡൗൺ ആയി. പിന്നീട് ഗബ്രി ഔട്ടായപ്പോഴത്തേന് കൂടുതൽ അങ്ങോട്ട് ഡൗൺ ആയി. ദെൻ കയറി വന്നു, സ്വയം എഫേർട്ട് ഇട്ട് കയറി വന്നു. അപ്പോഴത്തേന് ഫാമിലിയും കൂടെ വന്നപ്പോഴത്തേന് അങ്ങ് കയറി. ജാസ്മിൻ്റെ ഒരു ഗെയിമിനെ കുറിച്ചിട്ട് ഇത് കൂടുതലൊന്നും നമുക്ക് പറയാനില്ല. ജാസ്മിൻ അങ്ങനെ തന്നെയാണ് കയറി വന്നത്. ഗെയിമിലെ കാര്യങ്ങൾ നോക്കുന്ന സമയത്ത് ജാസ്മിൻ അല്ലാതെ ആ ഒരു ഗ്രാഫ് വേറെ ഒരാൾ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. നല്ല രസമായിട്ട് തന്നെയാണ് ഗെയിം കയറി വന്നത്. പിന്നെ ബിഗ് ബോസ് ജാസ്മിനെ വെച്ചിട്ടാണ് സീസൺ 6 കണ്ടന്റ് ഉണ്ടാക്കിയത്. അല്ലെങ്കിൽ ഒരു പട്ടിക്കുഞ്ഞ് പോലും ഇത് കാണത്തില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ കൊടുക്കണം. എന്തെങ്കിലുമൊക്കെ, അല്ലെങ്കിൽ മറ്റേ കപ്പ് കിട്ടുന്നതിൻ്റെ കൂടെ കിട്ടുന്ന പൈസ ഭാഗിച്ചു കൊടുക്കുകയോ 2 പേരെ വിന്നറാക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ചെയ്ത പാപങ്ങൾക്കൊരു പരിഹാരവും. കാരണം അത്രയധികം വിറ്റ് മുതലാക്കിയിട്ടുണ്ട്. അതിനുശേഷം നോറയാണ് വരുന്നത്.
ഏറ്റവും പേടിച്ചത് ലാലേട്ടൻ ആൻഡ് വീക്കെൻഡ് എപ്പിസോഡായിരുന്നു. സുരേഷ് ഏട്ടൻ പോയ സമയത്ത് ഒന്ന് ഡൗൺ ആയി, ജാൻമണി ആയിട്ടുള്ള ഇഷ്യൂ വന്ന സമയത്ത് ഡൗൺ ആയി. ഈ ഒരു അവസരത്തിൽ കിട്ടിയാനായിട്ട് വാശി പിടിച്ച് കരഞ്ഞു. ബിഗ് ബോസ് ഊർജ്ജം കൊടുത്തു. അതുകൊണ്ട് വീണ്ടും നല്ല പവറായിട്ട് കയറി വന്നു. പവർ റൂമിൽ കയറി. റസ്മിനുള്ളതുകൊണ്ട് കുറച്ചും കൂടെ ഒരു ഗ്രാഫ് നല്ല രീതിയിൽ ഉയർത്താൻ പറ്റി. ടിക്കറ്റ് ഫിനാലയിൽ ബെസ്റ്റ് കൊടുത്തു കേട്ടോ. നോറയൊക്കെ നല്ല രീതിയിൽ കളിച്ചു, എല്ലാവരും ട്രൈ ചെയ്തു. അപ്പം മടിയന്മാരൊന്നും അധികം ഇല്ല, മടി പിടിച്ചിരിക്കാൻ പറ്റത്തില്ല. പിന്നെ ഒത്തുകളി ഉടായ്പകളൊക്കെയാണ്. ജിൻഡോ വരുന്നു. ജിൻഡോയ്ക്ക് കണ്ണാടി കിട്ടി കേട്ടോ. കണ്ണാടി കിട്ടിയപ്പോഴത്തേനും എല്ലാം ക്ലാരിറ്റിയോടെ കാണാൻ പറ്റി എന്ന് പറയുന്നു. എനിക്ക് തോന്നുന്നു മറ്റേ ജിൻഡോയ്ക്ക് ഷോർട്ട് സൈറ്റോ എന്തോ പരിപാടിയാണെന്ന് തോന്നുന്നു. അപ്പോൾ അത് ഇപ്പോഴെങ്കിലും കൊടുക്കാനായിട്ട് മനസ്സ് തോന്നിയല്ലോ. നമ്മളെല്ലാം വിചാരിച്ചത് ജിൻഡോ എന്തോ കള്ളം പറയുകയാണെന്നുള്ളത്. അയാളുടെ ബുദ്ധിമുട്ട് അയാൾക്ക് അറിയത്തുള്ളൂ. ജിൻഡോ ആദ്യ ആഴ്ചയിൽ 9 ആളുകൾ നോമിനേറ്റ് ചെയ്തതിനെ കുറിച്ചിട്ട് പറയുകയാണ്. ഫസ്റ്റ് വീക്ക് മറ്റേ ആരാണ് ഈ ചായ ഉണ്ടാക്കിയത് എന്നുള്ളൊരു കേസ് പറഞ്ഞിട്ട് കയറി പിടിച്ചു. പിന്നീട് ജയിലിൽ പോയി. അമ്മ വീട്ടിൽ നിന്ന് പറഞ്ഞു വിട്ട കാര്യങ്ങൾക്കനുസരിച്ചിട്ടൊന്നും ഗെയിം കളിക്കാൻ പറ്റത്തില്ല എന്ന് മനസ്സിലായി. അമ്മയ്ക്ക് ഈ അടിയും പിടിയൊന്നും ഇഷ്ടമുണ്ടായിരുന്നില്ല. പിന്നീട് അതെല്ലാം മാറ്റി വെച്ചിട്ട് ഗെയിം കളിച്ചു. മണ്ടൻ ടാഗ് കിട്ടി. പവർ റൂമിൽ കയറി. 2 ആഴ്ച ഈ ഒരു പവർ നിലനിർത്തിയായിരുന്നു ജിൻഡോ. അതൊക്കെ നല്ല കളിയായിരുന്നു. പിന്നീട് മോശം പദപ്രയോഗങ്ങളുടെ പേരിൽ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്താക്കി. അത് വല്ലാത്ത പേടിയായിപ്പോയി ജിൻഡോയ്ക്ക്. അതുകൊണ്ട് തന്നെ ചീത്തവിളി നിർത്തി. വൈൽഡ് കാർഡുകൾ വന്നു. ഡാൻസ് കളിച്ചതിൽ കുറേയധികം നല്ല ഓർമ്മകൾ ജിൻഡോയ്ക്ക് എപ്പോഴും ഉണ്ട്. വിഷുവിന് ലാലേട്ടൻ വന്നു. ഫാമിലി വീക്കിൽ നാട്ടിൽ ഫ്ലെക്സ് കിട്ടിയതിനെ കുറിച്ചിട്ട് അമ്മ വന്ന് പറഞ്ഞു. ജോജി ചേട്ടൻ വന്നു. ജിൻഡോയ്ക്ക് മൊത്തത്തിൽ പ്ലസ്സാണ്. ഹാപ്പിയാണ് ജിൻഡോ. അഭിഷേക് വൈൽഡ് കാർഡ് എൻട്രിയാണ്. വീക്ക് 5 വന്നത്. ഒരു കോൺട്രവേഴ്സി വന്ന സമയത്ത് തന്നെ ഉണ്ടായി. ആദ്യ ആഴ്ച തന്നെ ലാലേട്ടൻ എടുത്തിട്ട് പൊരിച്ചു. അപ്പോഴത്തേന് നല്ലൊരു ഹൈപ്പ് ഉണ്ടായി എന്നുള്ളത് അഭിഷേകിന് മനസ്സിലായി. ഗെയിമിലൊരു ഡൗൺ ഉണ്ടായി. പിന്നീട് ഗെയിം മാറ്റി വീക്ക് 8 വരെ കോൺസ്റ്റന്റ് ആയിട്ട് ഗെയിമിൽ ഇങ്ങനെ തുടർന്നു. അതിനുശേഷം ടണൽ റൂമിലേക്ക് കയറി കോമ്പറ്റീഷനൊക്കെ ഫുള്ള് വിൻ ചെയ്തു. 9th വീക്കിൽ മെന്റലി ബ്രേക്ക് ഡൗൺ ആയി. ആയ ആ ഒരു കാര്യം സത്യം പറഞ്ഞാൽ എനിക്കും കിട്ടിയില്ല. ബാക്കിയുള്ള ആളുകൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു അവസ്ഥയെ ചൂഷണം ചെയ്തു എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. പക്ഷെ അഭിഷേക് എപ്പോഴാണ് മെന്റലി ബ്രേക്ക് ഡൗൺ ആയത്? അഭിഷേക് ഇത് ആൾക്കാരോട് തുറന്നു പറയില്ല. അത് അവരുടെ ആൽഫാമെയിൽ പരിപാടിക്ക് വിരുദ്ധമായിട്ടുള്ള കാര്യമായതുകൊണ്ടായിരിക്കാം. എന്താണെങ്കിലും ബ്രേക്ക് ഡൗൺ ആയെന്നുള്ളത് അഭിഷേക് പറയുന്നുണ്ട്. പിന്നെ കയറി വരുന്നുണ്ട്, നല്ല രീതിയിൽ അവിടെ നിന്ന് കയറി വരുന്നു. പിന്നീട് ഫാമിലി വീക്ക് വരുന്നു. എല്ലാ ആൾക്കാരും സ്നേഹിക്കുന്നു. ബോണസ് പോയിന്റ് ടാസ്കിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നു. ഹെൽത്ത് ഇഷ്യൂസ് വെച്ചിട്ട് ആൾക്കാർ ഗെയിമൊക്കെ കളിച്ചത് കൊണ്ട് ഈ ഡേയൊക്കെ മാറ്റി വെച്ചിട്ട് ഇപ്പോൾ ഗെയിമിൽ ആക്റ്റീവായി. ഇതിനുശേഷം ശ്രീതു വരികയാണ്. ഗ്രാഫ് വളരെ മനോഹരമായിട്ട് വരച്ചു. എല്ലാ കാര്യവും ശ്രീതു ചെയ്യുന്നത് പോലെ തന്നെ ചെയ്തു. പക്ഷേ ഗ്രാഫ് ഇങ്ങനെ മറ്റേ ശോകമായിട്ടാണ് പോകുന്നത്. പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് സീസൺ 6 ആണ്. നമ്മൾ ബാക്കിയുള്ള ആളുകളുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത്, ബാക്കി കണ്ടസ്റ്റൻസിൻ്റെ ആ ഒരു ഗെയിം വെച്ച് നോക്കുന്ന സമയത്ത് പാവം ശ്രീതു എന്നുള്ളത് ഞാൻ പറയത്തുള്ളൂ. കാരണം ഈ ശ്രീതു, അർജുൻ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ പോയി പെടേണ്ട ക്വാളിറ്റി ഓഫ് കണ്ടസ്റ്റൻസ് വേറെയായിരുന്നു. ഈ തവണ ഇവർക്ക് പറ്റിയ ഒരു സെറ്റപ്പ് അവിടെ ഇല്ല. കാരണം മാന്യത എന്ന് പറയുന്നൊരു സംഗതി ഉണ്ടല്ലോ, മാന്യമായിട്ടുള്ള സമീപനം എന്ന് പറയുന്നത്, അത് ശരിക്കും പറഞ്ഞാൽ ഇവർക്ക് നല്ല രീതിയിലുണ്ട്. ഇപ്പം ശ്രീതു ലാലേട്ടൻ ചോദിച്ച സമയത്ത് ആൻസർ കൊടുത്ത ഒരു രീതി ഉണ്ടല്ലേ, ഈ മറ്റേ സിസ്റ്റർ ഗെയിം, സിജോ, സായി, നന്ദന. അപ്പം അവിടെ ശ്രീതു പറഞ്ഞ എങ്ങനെയാണ്, അവർക്കിടയിൽ ഒരു ബോണ്ട് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. അല്ലാതെ അത് ഫേക്ക് കോംബോയാണ്, ഫേക്ക് സിസ്റ്റർ ബ്രദർ കോംബോയാണ് എന്നൊന്നും നമ്മുടെ ഇവിടുത്തെ ടോപ്പ് ഗെയിമേഴ്സ് പറയുന്നത് പോലെ പറഞ്ഞില്ല. അതാണ് ക്വാളിറ്റി. ഇപ്പം നന്ദനയൊക്കെ തിരിച്ചായിരുന്നു എന്നുണ്ടെങ്കിൽ എന്ത് പറഞ്ഞേനെ, അത് ഫേക്കായിരുന്നു, അത് ഡ്രാമയാണ് എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് അവിടെ കിടന്ന് അലമ്പാക്കിയതിനും. അവിടെയാണ് ഈ ക്വാളിറ്റി നമുക്ക് മനസ്സിലാവുന്നത്. ഇവർക്ക് കപ്പൊന്നും കിട്ടത്തൊന്നുമില്ല, പക്ഷേ മനുഷ്യന്മാരുടെ ക്വാളിറ്റി എന്നുള്ള രീതിയിൽ ശ്രീധുവിനെയും അതേപോലെ തന്നെ അർജുനെയൊക്കെ നമുക്ക് അംഗീകരിക്കേണ്ടി വരും. ആരോടും കണക്ട് ആവണ്ട എന്ന് വിചാരിച്ച് വന്നാണ്. ശരണിയായിട്ട് കണക്റ്റായി. വൈൽഡ് കാർഡുകൾ വന്നു. അവർ കുറേ പോയിന്റ്സ് തൻ്റെ ഗെയിമിനെ കുറിച്ച് പറഞ്ഞു. പക്ഷെ വലിയ ഭൂകമ്പം ഒന്നും ആയിട്ട് ശ്രീധുവിന് തോന്നിയില്ല. ക്യാപ്റ്റൻസിയിലേക്ക് വന്നു. ആ വീക്കിൽ നോമിനേഷൻസ് വന്നില്ല. മക്കൾ സെൽവി എന്നൊക്കെ വിളിച്ച് എല്ലാവരും പുകഴ്ത്തി. ടിക്കറ്റ് ഫിനാലെ വന്നു. നല്ല രീതിയിൽ എഫേർട്ട് ഇട്ടു. സിജോ വരികയാണ്. ഹീറോ ആയി. ഫസ്റ്റ് വീക്ക് മറ്റേ ജാസ്മിൻ്റെ കൂടെ തന്നെ ഹീറോ ആയ വ്യക്തിയായിരുന്നു സിജോ. സെക്കൻഡ് വീക്കിൽ നല്ല 2 സുഹൃത്തുക്കളെ കിട്ടി, അർജുൻ ആൻഡ് ശരണ്യ. ദെൻ ക്യാപ്റ്റനായി. അധികാരം കിട്ടുന്നതിന് തൊട്ട് മുൻപ് തന്നെ അടി വാങ്ങി. അത് റോക്കിയുടെ അടുത്ത് നിന്നായിരുന്നു. പിന്നെ പുറത്ത് പോവേണ്ടി വന്നു. 45ാമത്തെ ദിവസം തിരിച്ചു വന്നു. സായി ആൻഡ് നന്ദന പിന്നീട് സഹോദരങ്ങളായിട്ട് ഹൗസിൽ നിന്ന് വന്നു. പിന്നെ ബോണസ് പോയിന്റും ടിക്കറ്റ് ഫിനാലെയൊക്കെ നല്ല രീതിയിൽ ചെയ്തു. ജയിക്കാനായിട്ട് ഇപ്പോൾ കളിക്കുകയാണ്. പണ്ട് പവർ റൂമിലൊന്നും കയറാനായിട്ട് ആഗ്രഹം ഉണ്ടായിരുന്നില്ല. ആ ഒരു ഗെയിമല്ല ഇപ്പോൾ സിജോ കളിക്കുന്നതെന്ന് പറയുന്നു. ഇപ്പോൾ ഗ്രാഫ് മുകളിലേക്കാണ്. ഋഷി പറയുന്നു ഫസ്റ്റ് വീക്കിൽ മൈക്കിൾ ജാക്സനായി പവറായി വന്നു.
ദെൻ മറ്റേ പൊട്ടിത്തെറിച്ച് ബഹളം വെച്ച് ആകെ മൊത്തം അലമ്പാക്കി ഡൗൺ ആയിപ്പോയി. ഉദ്ദേശിച്ച സ്ഥലമല്ല ഇത് എന്ന് മനസ്സിലായി. പിന്നീട് അൻസിബയായിട്ടുള്ളൊരു ബോണ്ട്. പിന്നീട് 4th വീക്കിൽ പവർ റൂമിൽ കയറി. ദെൻ ക്യാപ്റ്റൻസിയിലേക്ക് വന്നു. ഹോട്ടൽ ടാസ്കിൽ ആകെ പെട്ടുപോയി. HR ആയിട്ടുള്ള തന്നെ അച്ചാറാക്കിയ ആൾക്കാർ മാറ്റി. ഫാമിലി വീക്കും അതേപോലെ തന്നെ ബോണസ് പോയിന്റുകളൊക്കെ വന്നപ്പോഴത്തേന് എനർജിയായി, നല്ല രീതിയിൽ കളിച്ചു. 12th വീക്കിൽ അൻസിബ പോയപ്പോൾ വീണ്ടും ഡൗൺ ആയി. ദെൻ ടിക്കറ്റ് ടു ഫിനാലെ കളിച്ച് കയറി. നന്ദന വൈൽഡ് കാർഡാണ്, 5th വീക്കിൽ വന്ന ആളാണ്. പറയേണ്ട കാര്യങ്ങൾ മുഖത്ത് നോക്കി പറയണമെന്ന് ആദ്യം വന്നതിന് ശേഷം മനസ്സിലായി. അതുകൊണ്ട് തന്നെ ജാസ്മിൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞങ്ങ് തുടങ്ങി. 6th വീക്കിൽ വിഷു ഈദൊക്കെ വന്ന സമയത്ത് ഡാൻസ് ഒക്കെ കളിച്ചു. ലാലേട്ടൻ നല്ല രീതിയിൽ അപ്രിഷിയേറ്റ് ചെയ്തു. ലാലേട്ടൻ നോക്കി, ഗോൾഡ് കോയിൻ കിട്ടി. അങ്ങനെയുള്ള ഒത്തിരിയധികം സന്തോഷങ്ങളുണ്ട്. കൂട്ടുകൂടണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങടേക്ക് വന്നത്. പക്ഷേ പുറത്തു നിന്ന് ഒട്ടും കണ്ണെടുത്താൽ കണ്ടുകൂടാത്ത സായിയെ ഇവിടെ വന്നിട്ട് ഇഷ്ടമായി. സായിയോട് ഒരു ബ്രദർലി അറ്റാച്ച്മെൻറ്റ് തോന്നി. പിന്നീട് ഒരാഴ്ച സിജോ വന്നു. സിജോ വന്നപ്പോഴത്തേന് നന്ദനയ്ക്ക് എന്തോ പോലെ ഫീൽ ചെയ്തായിരുന്നു. പക്ഷെ പിന്നീട് സിജോയുമായിട്ടും ഒരു ബോണ്ട് ക്രിയേറ്റ് ആയി എന്ന് പറയുന്നു. ഫാമിലി വന്നു, ബോണസ് പോയിന്റ് ടാസ്കുകൾ വന്നു, എല്ലാം അടിപൊളിയായി. ടിക്കറ്റ് ടു ഫിനാലെ വന്നു. മാക്സിമം നന്നായിട്ട് കളിക്കാനായിട്ട് ശ്രമിച്ചു. അർജുൻ വരുന്നു. അർജുൻ ഗെയിമിൽ പതുക്കെയാണ് തുടങ്ങിയത്. അൺഫോർച്ചുനേറ്റ്ലി ക്യാപ്റ്റനായി എന്നുള്ളതാണ് അർജുൻ പറയുന്നത്. എന്നാൽ അത് ഫോർച്ചുനേറ്റ്ലി എന്നുള്ള രീതിയിൽ തിരുത്താൻ ലാലേട്ടൻ പറയുന്നു. ഡൗൺ ആയി പോയ ഒരു ഗ്രാഫ്, 12th വീക്ക് വരെ ഡൗൺ ആയി പോയ ഒരു ഗ്രാഫാണെന്ന് തോന്നുന്നു. അർജുൻ ഇങ്ങനെ പതുക്കെ കയറുകയാണ്. ഇങ്ങനെ ടോപ്പായി നിൽക്കുകയാണ് ഇപ്പോൾ. എല്ലാവരിൽ നിന്നും ഓരോന്ന് പഠിച്ചു. ഓരോ ആളുകളുടെയും പേരെടുത്ത് പറയാനായിട്ട് അദ്ദേഹം ആഗ്രഹിക്കുന്നില്ല. അതിനുശേഷം സായിയാണ് വരുന്നത്. സായിയുടെ ഗ്രാഫ് ഇങ്ങനെ ടിക്ക് പോലെയാണ്. സായി മറ്റേ സായി കൃഷ്ണയായിട്ട് മാറാൻ വേണ്ടി ഇങ്ങോട്ടേക്ക് വന്നാണല്ലോ. സീക്രട്ട് ഏജന്റ് എന്ന് പറയുന്ന ഒരു വലിയ ബാഗേജുമായിട്ടാണ് വന്നത്. ആദ്യ ആഴ്ചകളിൽ അത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കി. പിന്നീട് ആ ഒരു ബാഗ് മാറ്റിയപ്പോഴത്തേന് നന്നായിട്ട് കയറി വരാൻ വേണ്ടി പറ്റി എന്നുള്ളത് സായി പറയുന്നു. സായി അല്ല, സീക്രട്ട് ഏജന്റ് സായിയോ. നമുക്ക് ഈ പറയുന്ന ആളെ ഓൺലൈനിൽ മാത്രം കണ്ട് പരിചയമുള്ളൂ. നമ്മൾ അവിടെ കണ്ടത് ഇവിടെ കണ്ടത് ഏതാണ് ഒറിജിനൽ എന്നൊന്നും നമുക്കറിയില്ല, പ്രേക്ഷകർക്ക് അറിയില്ല. അത് സായിയുടെ വീട്ടുകാർക്ക് കണക്റ്റ് ആവുമായിരിക്കും. എന്താണെങ്കിൽ സായി അങ്ങനെയൊക്കെ പറഞ്ഞ് ആകെ മൊത്തം കുഴപ്പിക്കുകയാണ്. റിയൽ വേൾഡ് കണക്ഷൻസും എൻഗേജ്മെൻറ്റും ഒന്നും ഇല്ലാതെ ഇവിടെ നിന്ന് കുറേയധികം കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. ഭയങ്കരമായിട്ടുള്ള ഹാപ്പിയാണ്. ഇതിനുശേഷം എവിക്ഷൻ പ്രക്രിയ, നാടകീയത ഒന്നും ഉണ്ടായിരുന്നില്ല. വളരെ സിമ്പിളായിട്ട് പരിപാടി അവസാനിപ്പിക്കുകയാണ്. എല്ലാ ആൾക്കാരുടെയും നെഞ്ചത്ത് ഒരു ചെറിയ ഹാർട്ട് ഷേപ്പിൽ ഒരു സാധനമുണ്ട്. അത് തുറക്കുമ്പോഴത്തേന് ആരാണ് സേവ് ആരാണ് എവിക്റ്റ് എന്നൊക്കെ അറിയാം. റിസൾട്ട് പെൻഡിങ് ആണ് ബാക്കിയുള്ള ആളുകളുടെയൊക്കെ. ജാസ്മിൻ, ശ്രീതു, നോറ, അഭിഷേക്, ഋഷി, സായി എല്ലാവരുടെയും പെൻഡിങ് ആണ്. അങ്ങനെ നന്ദന എവിക്റ്റ് ആവുകയാണ്. നന്ദന എങ്ങനെ എവിക്റ്റായി എന്നൊക്കെ നമ്മൾ ആദ്യം തന്നെ പറഞ്ഞാണ്. സംസ്കാരം സംരക്ഷിക്കാം എന്നുള്ള വാഗ്ദാനമൊക്കെ കൊടുത്തിട്ടാണ് ബിഗ് ബോസ് ഹൗസിലേക്ക് നന്ദന വന്നത്. ഈ ഒരു പ്രായത്തിൽ ഈ ഒരു കാലഘട്ടത്തിൽ നന്ദന അത്തരത്തിലുള്ള വലിയ വലിയ വാഗ്ദാനങ്ങൾ ആർക്കും കൊടുക്കാതിരിക്കുന്നതാണ് മുന്നോട്ടുള്ള ഭാവിക്ക് നല്ലത്. അത് വളരെ മോശമായിട്ടുള്ള ഒരു സമീപനമായിപ്പോയി. ശ്രീതുവൊക്കെ ഇന്നത്തെ എപ്പിസോഡിൽ എങ്ങനെയാണ് നന്ദനയെക്കുറിച്ചിട്ടും സായിയെക്കുറിച്ചിട്ടും ആ ഒരു ഒത്തുകളിയെക്കുറിച്ചിട്ടും ഒക്കെ പറഞ്ഞത് എന്ന് എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് മര്യാദയ്ക്ക് ഒരു കാര്യം പ്രസൻറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ മനസ്സിലാവും. വ്യക്തിബന്ധങ്ങൾ, അറ്റാച്ച്മെൻറ്റുകൾ, ഇതിനെയൊക്കെ നമ്മളിങ്ങനെ പുറമേ നിന്ന് നോക്കിയിട്ട് ഫേക്കാണ്, ഡ്രാമയാണ്, അങ്ങനെ എങ്ങനെയാണെന്നൊക്കെ പറയാൻ ഭയങ്കര എളുപ്പമാണ്. പക്ഷെ അത് ഭയങ്കര ബിലോ ആവറേജ് വർത്താനാണ്. അത് നന്ദനയ്ക്ക് ഉണ്ടായിരുന്നു കാര്യമായിട്ട് തന്നെ. അത് ഏതായാലും ഔട്ടായ സമയത്ത് പറയാമല്ലോ, അതൊട്ടും ഒരു ക്വാളിറ്റി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. അത് ചിലപ്പോൾ ഫേക്ക് ആയിരിക്കാം, ഡ്രാമയായിരിക്കാം, പക്ഷെ അത് നമ്മളെ അഫക്റ്റ് ചെയ്യരുത്. നമ്മളെ അഫക്റ്റ് ചെയ്യാത്തതുപോലെ അഭിനയിക്കെങ്കിലും ചെയ്യണം. കാരണം നമ്മൾ ബാക്കിയുള്ള നാട്ടുകാർക്ക് വേണ്ടിയല്ലല്ലോ ജീവിക്കുന്നത്, നമ്മൾ നമുക്ക് വേണ്ടിയല്ലേ ജീവിക്കുന്നത്. അപ്പം നമ്മുടെ ക്വാളിറ്റി കളയേണ്ട ആവശ്യമില്ല. അങ്ങനെയൊക്കെ ചുമ്മാ ഇങ്ങനെ ഫേക്ക് അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞ് അവരതൊക്കെ പറയാനായിട്ട് ഇഷ്ടം പോലെ ആൾക്കാർ ഇവിടെ ഉണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരു വലിയ ആൾക്കൂട്ടത്തിനിടയിലേക്ക് നമ്മളിങ്ങോട്ട് കയറി നിന്ന് ക്വാളിറ്റി കുറയ്ക്കേണ്ട ആവശ്യമില്ല. എങ്ങനെയെങ്കിലും ഡിഫറെൻ്റ് ആയിട്ട് കാര്യങ്ങൾ അപ്രോച്ച് ചെയ്യുക എന്നുള്ളതാണ് മനുഷ്യന്മാർ ചെയ്യേണ്ടത്. നന്ദന ഒരു വലിയ മജോറിറ്റിയുടെ, ഒരു ചീപ്പ് മജോറിറ്റിയുടെ റെപ്രസെൻറ്റേറ്റീവായിട്ട് ഹൗസിലേക്ക് വന്ന ഒരാളാണ്. ശരിക്കും ആ ഒരു ടാഗ് തന്നെ നന്ദനയുടെ ഇനീഷ്യൽ ഇംപ്രഷൻ നശിപ്പിച്ചു. അതാണ് എനിക്ക് നന്ദനയുടെ കാര്യത്തിൽ തോന്നിയത്. അവസാനം നന്ദന എവിക്റ്റ് ആയതിനെ കുറിച്ചിട്ടൊന്നും ഞാൻ പറയില്ല. അതൊരു ഗെയിമാണ്. ഇവിടെയുള്ള ആൾക്കാരുടെ ഗെയിം അങ്ങനെയാണ്. കൂട്ടത്തിൽ ഏറ്റവും മോശം ഗെയിമർ, നന്ദനേക്കാളും മോശം ഗെയിമർ സായിയാണ്. പക്ഷേ സായി ഔട്ടാവില്ല, ഔട്ടാക്കില്ല. അത് നമ്മുടെ ഒരു പൊതു രീതിയാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. നന്ദി.